തൃശൂർ ചന്ദ്രപിന്നിയിൽ സപ്ലൈകോ അധികൃതർ 550 കിലോ പഞ്ചസാര നശിപ്പിച്ചു കളഞ്ഞതായി ആരോപിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു വീഡിയോ കാര്യമായി പ്രചരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചതിനാൽ വിതരണം ചെയ്യാനാകാതെ പഞ്ചസാര നശിപ്പിക്കേണ്ടി വന്നുവെന്നാണ് ഈ വീഡിയോയിലെ അവകാശവാദം. പ്രചരിക്കുന്ന വാർത്തയിൽ കഴമ്പുണ്ടോ? നമ്മുടെ ഫാക്ട് ചെക്ക് ഒന്ന് പരിശോധിക്കട്ടെ. ഉദ്യോഗസ്ഥ തമ്പുരാക്കന്മാർ സമയബന്ധിതമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ കാലതാമസം വരുത്തിയതിനാൽ 550 കിലോ പഞ്ചസാര നശിപ്പിക്കേണ്ടി വന്നുവെന്നാണ് പ്രചാരണം. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷനാളുകളിൽ സപ്ലൈകോയിൽ 1 കിലോ പഞ്ചസാര പോലും കിട്ടാത്ത കാലത്താണ് ഈ കുഴിച്ചുമൂടലെന്നും വിമർശനം. 24 ഫാക്ട് ചെക്ക് ടീം നടത്തിയ പരിശോധനയിൽ ദൃശ്യങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ലഭ്യമായി. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് 2022 ജൂലൈയിൽ മതിലകം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഉൾപ്പെട്ട വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്ത പഞ്ചസാരയാണ് നശിപ്പിച്ചത്. പഞ്ചസാര അരിച്ചാക്കുകൾക്കിടയിൽ വെച്ച് ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിച്ചപ്പോഴാണ് വാഹനം പിടികൂടിയത്. വാഹനത്തിലുണ്ടായിരുന്ന അരിയും പഞ്ചസാരയും പോലീസ് സിവിൽ സപ്ലൈസിന് കൈമാറിയിരുന്നു. സിവിൽ സപ്ലൈസിന്റെ കൊടുങ്ങല്ലൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള വിവരമനുസരിച്ച് പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാലാണ് നശിപ്പിച്ചതെന്ന് വ്യക്തമായി. ഗുണനിലവാര പരിശോധനയിൽ പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന റിപ്പോർട്ട് വന്നതോടെ പഞ്ചസാര നശിപ്പിച്ചു കളയാൻ 2023 സെപ്റ്റംബറിൽ ജില്ലാ കളക്ടറാണ് ഉത്തരവിട്ടത്. സർക്കാർ നടപടിക്രമങ്ങൾ പ്രകാരം നിശ്ചിത അളവിൽ കൂടുതൽ ഭക്ഷ്യധാന്യം ഇത്തരത്തിൽ കുഴിച്ചുമൂടാൻ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വേണം. ഇത്തരത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പഞ്ചസാര കുഴിച്ചുമൂടുന്ന ദൃശ്യമാണ് തെറ്റായ അടിക്കുറിപ്പോടെ പ്രചരിക്കുന്നത്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24.